മലയാള സിനിമയുടെ പാട്രിയാർക്ക് നമ്മുടെ സ്വന്തം മമ്മൂക്ക 4ാമത് ദേശീയ അവാർഡ് സ്വന്തമാക്കിയ ഒരു സമയം. അദ്ദേഹം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് മലയാള സിനിമയ്ക്ക് വേണ്ടി സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സന്തോഷിക്കേണ്ട മുഹൂർത്തത്തിലും ഒരല്പം വേദനയോടുകൂടി ഞാൻ നോക്കിക്കാണുന്ന ഒരു വിഷയമുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. വെൽക്കം ബാക്ക് ടു ജോട്ട് SPK. 4 ദേശീയ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് വേണ്ട നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഇത്രയധികം ഗംഭീര നടന്മാരുണ്ടായിട്ട് 2 നടന്മാരാണ് 4 തവണ ദേശീയ അവാർഡ് നേടിയിട്ടുള്ളത്. ഒന്ന് മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂക്കയും മറ്റൊന്ന് ഇന്ത്യൻ സിനിമയുടെ ജീവിച്ചിരിക്കുന്ന ഇതിഹാസമായിട്ടുള്ള അമിതാഭ് ബച്ചൻ. പ്രതിഭാധനരായിട്ടുള്ള ഒരുപാട് നടന്മാർ ഇൻക്ലൂഡിങ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ ആൻഡ് കമൽഹാസൻ, ഇവരൊക്കെ ദേശീയ അവാർഡുകളുടെ കാര്യത്തിൽ മമ്മൂക്കയുടെയും അമിതാഭ് ബച്ചൻ്റെയും താഴെയാണ് എന്നറിയുമ്പോഴാണ് ഈ ഒരു നേട്ടത്തിൻ്റെ മഹത്വം ഇരട്ടിയാവുന്നത്. പക്ഷെ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് മമ്മൂക്കയുടെ ഈ ഒരു നേട്ടം ശരിക്കും എത്ര വലിയ, എത്തിപ്പിടിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ ഒരു നേട്ടമായി മാറിയേനെ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. ദേശീയ അവാർഡുകളുടെ ഫൈനൽ റൗണ്ടിൽ തഴയപ്പെട്ട മമ്മൂക്ക സിനിമകൾ, ആ സിനിമകളുടെ എണ്ണം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അദ്ദേഹം എത്രത്തോളം തവണ ഈ ഒരു നേട്ടത്തിൻ്റെ പടിക്കലെത്തിയ ശേഷം നിരാശനായി മടങ്ങേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂട്ടി ദേശീയ അവാർഡുകൾ നേടേണ്ടിയിരുന്ന കുറച്ച് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. 1987 എന്ന് പറഞ്ഞൊരു വർഷം മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. മമ്മൂട്ടി തനിയാവർത്തനത്തിലെ ബാലൻ മാഷായിട്ട് അവതരിച്ച വർഷമാണത്. ആ ഒരു വർഷത്തെ ആ പ്രകടനം പക്ഷേ ദേശീയ അവാർഡിൽ അദ്ദേഹത്തിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് നേടിക്കൊടുത്തില്ല. കാരണമുണ്ട്. മണിരത്നത്തിൻ്റെ എവർഗ്രീൻ ക്ലാസിക്കായിട്ടുള്ള നായകൻ എന്ന സിനിമയിലെ പ്രകടനത്തിന് കമൽഹാസനാണ് ആ വർഷം ദേശീയ അവാർഡ് നേടിയത്. നായകൻ എന്നൊരു സിനിമ അവിടെ മത്സരത്തിനില്ലായിരുന്നെങ്കിൽ 1987 ബെസ്റ്റ് ആക്ടർ ഓഫ് ദ കൺട്രി പൊസിഷൻ മമ്മൂക്ക സ്വന്തമാക്കിയേനെ. 1991 മമ്മൂക്ക തോറ്റത് മറ്റാരുടെ മുമ്പിലല്ല, നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ മുമ്പിലാണ്. ആ വർഷമാണ് ലാലേട്ടൻ ഭാരതം എന്ന എവർഗ്രീൻ ക്ലാസിക്കിലെ ആ ഒരു പ്രകടനം കൊണ്ട് ദേശീയ അവാർഡ് ആദ്യമായിട്ട് സ്വന്തമാക്കിയത്. അമരം എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോഴും പല ആളുകളിലും അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന ഒരു പെർഫോമൻസാണ്. പക്ഷേ ആ ഒരു വർഷത്തെ ദേശീയ അവാർഡും മമ്മൂക്കയ്ക്ക് നഷ്ടപ്പെട്ടു. ഇനി 1992 കൗരവർ എന്ന സിനിമയിലെ കഥാപാത്രം ഒപ്പം സൂര്യമാനസത്തിലെ കഥാപാത്രം, ഈ 2 ക്യാരക്ടേഴ്സും 2 എക്സ്ട്രീംസിൽ നിൽക്കുന്ന 2 ക്യാരക്ടേഴ്സും പ്ലേ ചെയ്ത മമ്മൂക്കയ്ക്ക് ആ വർഷവും ദേശീയ അവാർഡ് നിഷേധിക്കപ്പെട്ടു. 1992 പരാജയം മമ്മൂക്കയെക്കാളും കൂടുതൽ ഇപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലാലേട്ടനെ പറ്റിയിട്ടാണ്. ലാലേട്ടൻ്റെ കരിയർ ബെസ്റ്റ് എന്ന് പല ആളുകളും വിശ്വസിക്കുന്ന സത്യനാഥൻ എന്നുള്ള ആ ഒരു കഥാപാത്രം, MTയുടെ രചനയിലെ സിബി മനയിൽ സംവിധാനം ചെയ്ത സതയം എന്ന സിനിമയിലെ സത്യനാഥനും ആ കൊല്ലം നാഷണൽ അവാർഡ് നിഷേധിക്കപ്പെട്ടു. മിഥുൻ ചക്രവർത്തിയെയാണ് ആ വർഷം ദേശീയ അവാർഡിന് വേണ്ടിയിട്ട് ജൂറി തിരഞ്ഞെടുത്തത്. 1997 പുറത്തിറങ്ങിയ ഭൂതക്കണ്ണാടി എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ പ്രകടനം തീർച്ചയായിട്ടും പല ആളുകളെയും അദ്ദേഹം ഒരുപക്ഷെ നാഷണൽ അവാർഡ് നേടിയേക്കും എന്ന് ചിന്തിപ്പിച്ച ഒരു കഥാപാത്രമായിരുന്നു. എന്നാൽ ആ വർഷവും മമ്മൂട്ടിക്ക് പരാജയത്തിൻ്റെ കയ്പുനീര് കുടിക്കേണ്ടി വന്നു. മറ്റാരുടെയും മുമ്പിലല്ല, മലയാളത്തിൻ്റെ സ്വന്തം സുരേഷ് ഗോപിയുടെ മുമ്പിൽ തന്നെയാണ്. ഇത്തവണ സുരേഷ് ഗോപിയുടെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിരുന്നു മമ്മൂട്ടിക്ക് മുമ്പിൽ വിലങ്ങുതടിയായിട്ട് മാറിയത്. കളിയാട്ടം എന്ന സിനിമയിലൂടെ സുരേഷ് ഗോപി നാഷണൽ അവാർഡ് ഫോർ ദ ബെസ്റ്റ് പെർഫോമൻസ് നേടിയെടുത്തു. ഇനി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മമ്മൂക്ക ഫിലിംസിൽ ഒരു സിനിമ കാഴ്ച എന്നുള്ള സിനിമ, 2004 പുറത്തിറങ്ങിയ കാഴ്ച എന്നുള്ള സിനിമ. ഇപ്പോഴും നമ്മൾ കാണുമ്പം ഒരുപാട് അതിവൈകാരികതകളൊന്നുമില്ലെങ്കിലും വളരെ സട്ടിലായിട്ടുള്ള മൊമെൻറ്റ്സ് കാണുമ്പം മനസ്സ് വല്ലാണ്ട് ഹെവിയായി മാറുന്ന ആ ഒരു കഥാപാത്രവും ആ ഒരു സിനിമയും. കാഴ്ച എന്നുള്ള സിനിമയിലെ മമ്മൂട്ടിയുടെ പഠനത്തിന് തീർച്ചയായിട്ടും ആ ഒരു വർഷം എല്ലാവരും നാഷണൽ അവാർഡ് ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷേ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ ആ വർഷം നാഷണൽ അവാർഡ് നേടിയെടുത്തത് സൈഫ് അലി ഖാനാണ്. ഹംതും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയിലെ പ്രകടനത്തിലാണ് സൈഫ് അലി ഖാന് നാഷണൽ അവാർഡ് കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ കാലം വരെ എന്തിനു വേണ്ടിയിട്ടാണ് ആ അവാർഡ് സൈഫ് അലി ഖാൻ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം 2009 വീണ്ടും ദേശീയ അവാർഡിൻ്റെ പടിവാതിക്കൽ മമ്മൂക്ക എത്തുന്നത്. ഇത്തവണ പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകം എന്ന സിനിമയിലെ 3 കഥാപാത്രങ്ങൾ, അതിൽ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ മുരിക്കുംകുന്നത്ത് ഹമുദ് ഹാജി എന്നുള്ള കഥാപാത്രം, ഈ 3 ക്യാരക്ടേഴ്സായിട്ട് മമ്മൂട്ടി പൂണ്ട് വിളയാടിയ ഒരു സിനിമയായിരുന്നു അത്. ആ സിനിമയിലെ പ്രകടനത്തിന് മമ്മൂട്ടി നാഷണൽ അവാർഡ് നേടുമെന്ന് ഉറപ്പിച്ചിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. പക്ഷേ വീണ്ടും ദൗർഭാഗ്യം മമ്മൂക്കയെ ചതിച്ചു.
2009 ദേശീയ അവാർഡ് അമിതാഭ് ബച്ചൻ്റെ ബാലിഹി സംവിധാനം ചെയ്ത പാ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് ആ വർഷത്തെ അവാർഡ് പോയത്. ആ അവാർഡ് പ്രഖ്യാപനത്തെ തുടർന്ന് സംവിധായകൻ രഞ്ജിത്ത് നടത്തിയ ചില വിവാദ പരാമർശങ്ങളൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും മമ്മൂക്കയ്ക്ക് നിരാശ തന്നെയായിരുന്നു ഫലം. മമ്മൂക്കയുടെ കരിയറിലെ മറ്റൊരു ഗംഭീര കഥാപാത്രം പിറവി കൊണ്ട ഒരു വർഷമാണ് 2014. മുന്നറിയിപ്പ് എന്ന സിനിമയിലെ ആ സൈക്കോ കില്ലറായിട്ട് മമ്മൂക്ക, രാഘവനായിട്ട് മമ്മൂക്ക വീണ്ടും മലയാളികളെ ഞെട്ടിച്ച ഒരു വർഷം. ആ ഒരു പെർഫോമൻസിന് നാഷണൽ അവാർഡ് കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും ഇതിൻ്റെയൊക്കെ പിന്നിൽ വേറെ പല കാര്യങ്ങളും, വേറെ പല കളികളും നടക്കുന്നുണ്ട്. മമ്മൂക്ക ആരാധകർ ഏറ്റവും അധികം മമ്മൂക്കയ്ക്ക് വേണ്ടി വാദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്ത ഒരു പ്രകടനം എന്ന് പറയുന്നത് 2019 പേരൻപ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം ആ സിനിമയിലെ പ്രകടനം തീർച്ചയായിട്ടും ആ വർഷം മമ്മൂക്കയ്ക്ക് തന്നെയായിരുന്നു അവാർഡ് കിട്ടേണ്ടിയിരുന്നത് എന്നുള്ളത് ഇപ്പോഴും എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അന്ന് സംഭവിച്ച കാര്യത്തിന് ചെറിയൊരു ക്ലാരിറ്റി ഞാൻ തരാം. ഈ പേരൻപ് എന്ന് പറഞ്ഞ സിനിമ 2019 ഇതിൻ്റെ റീജിയണൽ ജൂറി റിജക്റ്റ് ചെയ്യുകയും ഇത് നാഷണൽ അവാർഡ്സിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു ഫാക്റ്റ് അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ അത് പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ആൻഡ് ഫൈനലി നൻപകൽ നേരത്ത് മയക്കം 2022 പുറത്തിറങ്ങിയ സിനിമ, സംസ്ഥാന അവാർഡ് നേടിയ ആ ഒരു സിനിമ ദേശീയ അവാർഡുകളിലും ആ നേട്ടം റിപ്പീറ്റ് ചെയ്യും എന്ന് വിശ്വസിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. എന്നാൽ ദേശീയ അവാർഡുകളിലേക്ക് വന്നപ്പോൾ വീണ്ടും ദൗർഭാഗ്യം ഒപ്പം മറ്റു പല കാരണങ്ങളും മമ്മൂക്കയെ ചതിച്ചു. ഈ സിനിമകളിൽ ഒരു 2-3 സിനിമകൾ അർഹിച്ച അംഗീകാരങ്ങളും മമ്മൂക്കയെ തേടി എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിലെ മറ്റേതൊരു നടനും എത്തിപ്പിടിക്കാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും നാഷണൽ അവാർഡുകൾ മമ്മൂക്കയുടെ ഷെൽഫിലിരുന്നേനെ. പക്ഷെ ഒരു കാര്യം പറയണം, ഈ കിട്ടാതിരുന്ന നാഷണൽ അവാർഡുകളും ജനങ്ങൾ ഇപ്പോഴും ഈ കഥാപാത്രങ്ങളെ ഓർത്ത് വിഷമിക്കുന്നതുമാണ് മമ്മൂക്ക എന്നുള്ള ആ ഒരു നടനെ ഒരു ഗ്രേറ്റ്, അല്ലെങ്കിൽ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എന്നുള്ളൊരു സ്റ്റാറ്റസിലേക്ക് ഉയർത്തുന്നത്. പക്ഷെ കളി ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. ആ മനുഷ്യൻ ഇപ്പോഴും നേട്ടങ്ങൾക്ക് പിന്നാലെയല്ല, കഥാപാത്രങ്ങൾക്ക് പിന്നാലെയാണ്. എന്നെ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രത്തെ ഞാൻ ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി എന്ന നടൻ, ദ പാട്രിയാർക്ക്. സല്യൂട്ട് ടു ദ ഗ്രേറ്റസ്റ്റ് of Malayalam cinema. That's all for Jode speaking.